പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ. ഇപ്പോൾ മലയാളികൾ കഴിഞ്ഞ കുറെ നാളുകളായി പാടി നടക്കുന്ന പാട്ടാണിത്. പാട്ട് അറിയാത്തവരും പാട്ട് പാടുന്നവരും എല്ലാവരും ഒരുപോലെ പാടി നടക്കുകയാണ്. അടുത്ത കാലത്തൊന്നും തന്നെ മലയാളികൾ ഇത്രയും അർത്ഥവത്തായിട്ടുള്ള വരികൾ കേട്ടിട്ടുമില്ല, പാടി നടന്നിട്ടുമില്ല. ഇലക്ഷൻ കഴിഞ്ഞു, സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തു, നഗരസഭകൾ പിടിച്ചു, ആഘോഷങ്ങൾ പൂർത്തിയായി, എല്ലാം പൂർത്തിയായിട്ടും ഈ ഒരൊറ്റ പാട്ട് എന്തിനേറെ പറയുന്നു, CPM-കാരുടെ വായിൽ നിന്ന് പോലും മാറിയിട്ടില്ല. ഇതിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. UDF-ന് 1 രൂപ പോലും ചെലവാക്കാതെ ഇത്രയും വലിയൊരു PR ടീം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇത് ഇത്രയും അർത്ഥവത്തായിട്ടുള്ള വരികൾ സാധാരണക്കാർക്കിടയിലേക്ക് എത്തുമ്പോൾ ഇതാരാണ് പാടിയത്, ഇതാരാണ് എഴുതിയത് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. എന്തായാലും വൈറൽ ഗായകനും വൈറൽ രചയിതാവും ഒക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. ആ വൈറൽ താരവും വൈറൽ രചയിതാവും ആരും നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നതിന് പിന്നാലെ UDF വിജയത്തിന്റെ ആഘോഷവും ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകളും അവലോകനങ്ങളും നാട്ടിൽ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം വിഷ്ണു അദ്ദേഹം പോലും ഈ ഒരു പാട്ട് ഇതിങ്ങനെ ഈണത്തിൽ പാടുന്നതൊക്കെ കണ്ടിരുന്നു. എന്നാലും MP-യുടെ ആ പാട്ടും ഒക്കെ തന്നെ ഇപ്പോൾ വൈറലായി, വിഷ്ണുനാഥ് MP-യുടെ പാട്ടൊക്കെ തന്നെ വൈറലായി ഹിറ്റായി മാറിയിരിക്കുന്നു. ഇത് തന്നെയാണ് UDF-ന്റെ വിജയവും എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വൈറലായ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന ഈ പാട്ടിന്റെ വരികൾ എഴുതിയ ആളെ തിരയുകയാണ് സോഷ്യൽ മീഡിയ. UDF വിജയത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥും ഈ ഗാനം പാടി പങ്കുവച്ചിരുന്നു. അതേസമയം ഈ വരികൾ എഴുതിയയാളെ കുറിച്ചോ പിന്നിൽ പ്രവർത്തിച്ചവരെ ആരാണെന്ന് അറിയില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ വരികൾ എഴുതിയത് GP കുഞ്ഞബ്ദുള്ള ചലപ്പുറം ഖത്തറിലെ പ്രവാസികൾക്കിടയിൽ സുപരിചിതനാണ്. ബിസിനസ് സംരംഭവുമായി 4 പതിറ്റാണ്ടായി ഖത്തർ പ്രവാസിയായ അദ്ദേഹം കോഴിക്കോട് നാദാപുരം സ്വദേശിയാണ്. 600ഓളം പാട്ടുകൾ എഴുതിയ അദ്ദേഹം തന്റെ 120ഓളം മാപ്പിള പാട്ടുകളുടെ സമാഹാരമായ വർണ്ണചിത്രം എന്ന പുസ്തകവും ഒടുവിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ വരികൾ നാട്ടിലെ സുഹൃത്തായ ഹനീഫ മുടിക്കോടിന് അയച്ചു നൽകുകയായിരുന്നു. ഡാനിഷ് ആണ് ആദ്യം മ്യൂസിക് ചെയ്തിരുന്നത്. തുടർന്ന് CMS മീഡിയയുടെ ഉടമയായ സുബൈർ പന്തലൂരുമായി ബന്ധപ്പെട്ട പാരഡി ഗാനം പുറത്തിറക്കുകയായിരുന്നു. നാസർ കൂടിലങ്ങാടിയാണ് ഡബ് ചെയ്തത്. പുറത്തിറങ്ങിയതോടുകൂടി പാട്ട് നാട്ടിലെങ്ങും ഹിറ്റായി. ഓർമ്മയിലുണ്ടായിരുന്ന അയ്യപ്പ ഭക്തി ഗാനത്തിന്റെ ഈണത്തിലാണ് പാട്ട് എഴുതിയത് എന്ന് GP കുഞ്ഞബ്ദുള്ള പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം ശബരിമല അടക്കം ജനവിരുദ്ധമായ ഇടതു സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ തിരിച്ചടിയാണ് എന്നും ആ നിലപാടുകൾ തിരുത്താൻ അവർ സന്നദ്ധമാകണമെന്നും ഇടതുപക്ഷക്കാർ തന്നെ പിണറായി സത്തിനെതിരെ രംഗത്ത് വന്നെന്നും അദ്ദേഹം ഗൾഫ് മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. നാട്ടിൽ നിന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും തുടർച്ചയായി വിളിച്ച് സന്തോഷങ്ങൾ പങ്കുവെക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഓരോ വാർഡിലും ഓരോ സ്ഥാനാർത്ഥികൾക്കായി പാരഡി ഗാനങ്ങൾ പാട്ടുകളും മുന്നണികളും അവതരിപ്പിക്കാറുണ്ട്. നാട്ടിലെ വികസന നേട്ടങ്ങളും അഴിമതികൾ എന്നിവ അവതരിപ്പിച്ചും മുന്നണിയുടെ ഈ സ്ഥാനാർത്ഥികളുടെയും വാഗ്ദാനങ്ങൾ പറഞ്ഞും പുറത്തിറങ്ങുന്ന പാരഡി ഗാനങ്ങൾ വോട്ടർമാരിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. അനൗൺസ്മെന്റ് വാഹനങ്ങളിലും സോഷ്യൽ മീഡിയകളിലൂടെയും ഇവ ജനങ്ങളിൽ എത്തിച്ച് ഓളം ഉണ്ടാക്കുകയാണ് സാധാരണ മുന്നണികൾ ചെയ്യാറുള്ളത്. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളക്കരയാകെ ഏറ്റുപാടിയ ഗാനമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിനും CPM-നും എതിരെ ഇറങ്ങിയ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറിയെ എന്ന ഈ ഒരു ഗാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റി സ്വർണം ചെമ്പാക്കി മാറ്റിയെന്നും ശാസ്താവിന്റെ ധനം ഊറ്റിയെന്നും സഖാക്കളാണ് സ്വർണം കട്ടതെന്നും പറയുന്ന ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇന്നലെ വിഷ്ണുനാഥ് MP അദ്ദേഹവും കൂടി പാടിക്കഴിഞ്ഞപ്പോൾ പിന്നെ പാട്ട് വേറെ ലെവലായി മാറിയിരിക്കുന്നു. സത്യത്തിൽ ഈ പാട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ നാട്ടിൻ പുറങ്ങളിലും അല്ലാതെയും ജനങ്ങൾക്കിടയിലും ഒക്കെ തന്നെ വൈറലായിരുന്നു, സംസാര വിഷയമായിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ മാധ്യമങ്ങളും ഏറ്റെടുത്തു. പാട്ടുപാടിയ ഡാനിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പാട്ടുകാരനായിട്ട് വന്നതാണ്. ഇപ്പോ സ്റ്റേജ് ഷോസിനൊക്കെ കീബോർഡ് വയ്ക്കാൻ പോകാറുണ്ട്. പാട്ട് പാടുന്ന ആളാണ്. എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തുന്നത്? ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ തന്നെ നമുക്ക് ഇലക്ഷന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ വന്നൊരു വർക്കാണ്. അത് എഴുതിയത് GP ചാലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രവാസിയാണ് അദ്ദേഹം. പിന്നെ ഹനീഫ മുടിക്കോട് സംഗീത സംവിധായകനാണ്, എന്റെ ഗുരു കൂടിയാണ്. അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് ഇങ്ങനെ പാട്ട് വന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയത്തിലാണ് ഇതിന്റെ വരികളൊക്കെ, അതിന് അനുയോജിച്ചൊരു ട്യൂണും. അപ്പൊ എന്നോട് പറഞ്ഞ് ഈ പാടി നോക്ക്, ചിലപ്പോ വൈറലാകും. അങ്ങനെ അന്ന് ഞാനത് പാടി. അങ്ങനെ ഇത് പെട്ടെന്ന് കയറുന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ CMS സുബൈർക്ക് അദ്ദേഹമാണ് ഇത് പബ്ലിഷ് ചെയ്തത്. പിന്നെ ഈ പാട്ട് വൈറലായിട്ടാണ് കേൾക്കുന്നത്. ഇങ്ങനെ വൈറലായി പോകുന്ന പ്രതീക്ഷയില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. സാധാരണ നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പാരഡികൾ പാടാറുണ്ട്. അങ്ങനെ പാടി വെച്ചതാണല്ലേ? അങ്ങനെ നമ്മള് രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല, അങ്ങനെ വന്നൊരു വർക്ക് ചെയ്തു പാടി. പിന്നെ ഇതിങ്ങനെ എത്ര വൈറലായി, എല്ലാ പാർട്ടിക്കാരും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്.